ഉന്നത പഠന ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്ന മലയാളികളുടെയും ഇന്ത്യൻ യുവത്വത്തിന്റെയും ഫേവറേറ്റ് സ്ഥലമായിരുന്നു അമേരിക്ക. എന്നാൽ ഇപ്പോൾ ആ ആവേശത്തിന് വലിയ രീതിയിൽ കുറവ് വരുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗ്രാജുവേറ്റ് മാനേജ്മെന്റ് അഡ്മിഷൻ കൗൺസിൽ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം അമേരിക്കൻ സർവകലാശാലകളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ 45% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയോട് വിമുഖ കാട്ടുന്നത്? ഈ വൻ ഇടിവിനുള്ള പ്രധാന കാരണമായി പറയുന്നത് വിസ ബന്ധപ്പെട്ട തടസ്സങ്ങളാണ്. 2025 ട്രംപ് ഭരണകൂടം വിദ്യാർത്ഥി വിസ ഇന്റർവ്യൂകൾ നിർത്തിവെച്ചതും സോഷ്യൽ മീഡിയ ചെക്കിംഗ് എല്ലാം കർശനമാക്കിയതും ഇതിന് കാരണമായി പറയുന്നുണ്ട്. ഇതിന്റെ ഫലമായി പ്രവേശനം ലഭിച്ചിട്ടും വിസ കിട്ടാത്തതിനാൽ ക്ലാസുകൾ തുടങ്ങുന്നതിന് മുൻപ് അമേരിക്കയിലെത്താൻ പലർക്കും സാധിച്ചില്ല. സർവേ പ്രകാരം പ്രവേശനം ഉറപ്പാക്കിയിട്ടും വിസ പ്രശ്നങ്ങൾ കാരണം സർവകലാശാലകളിൽ റിപ്പോർട്ട് ചെയ്യാത്തവരുടെ പട്ടികയിൽ ഒന്നാമതാണ് ഇന്ത്യക്കാർ. കൂടാതെ അമേരിക്കയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും കുടിയേറ്റ നയങ്ങളോടുള്ള കടുത്ത നിലപാടുകളും വിദ്യാർത്ഥികളിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പഠനത്തിനോടൊപ്പം അമേരിക്കയിൽ ജോലി ചെയ്യാമെന്ന ലക്ഷ്യത്തോടെയാണ് ഭൂരിഭാഗം വിദ്യാർത്ഥികളും അങ്ങോട്ടേക്ക് പോകുന്നത്. എന്നാൽ ഇപ്പോൾ ജോലിയുടെ അവസ്ഥയും ആശങ്കകളിൽ തന്നെയാണ്. വിദഗ്ധ തൊഴിലാളികൾക്കുള്ള H-1B വിസ ലഭിക്കുന്നതിലെ കടമ്പകൾ വിദ്യാർത്ഥികളെ തളർത്തുന്നു. പഠനശേഷം ജോലി ചെയ്യാൻ അനുവദിക്കുന്ന OPT സംവിധാനം നിർത്തലാക്കുമോ എന്ന ആശങ്ക STEM വിദ്യാർത്ഥികൾക്കിടയിലുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് പഠിക്കാൻ പോകുന്നവർക്ക് പഠനശേഷം ജോലി ലഭ്യമല്ലെന്ന സാഹചര്യം വന്നതോടെ പലരും അമേരിക്കയെ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായി. സാമ്പത്തിക വശവും ഇവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിയുന്നതും പഠന ചെലവുകൾ വർദ്ധിപ്പിക്കാൻ കാരണമായി. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ കഴിയുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ചേക്കേറുകയാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ. മറ്റൊരു പ്രധാന മാറ്റം ഇന്ത്യയിലെ തന്നെ ബിസിനസ് സ്കൂളുകളിലേക്കുള്ള അപേക്ഷകളിൽ 25% വർധനവ് ഉണ്ടായി എന്നതാണ്. വിദേശത്ത് പോയി വലിയ ബാധ്യത വരുത്തി വയ്ക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം നാട്ടിൽ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുന്നതാണെന്നാണ് വലിയൊരു വിഭാഗം ചിന്തിക്കുന്നത്. ചുരുക്കത്തിൽ വിസ നടപടികളിലെ തടസ്സങ്ങളും തൊഴിലില്ലായ്മയും എല്ലാം അമേരിക്കയിലുള്ള കുട്ടികളുടെ പോക്ക് വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഈ സാഹചര്യം മാറണമെങ്കിൽ വിസ നിയമങ്ങളിൽ ഇളവുകളും പഠനശേഷം ജോലി ചെയ്യാനുള്ള വ്യക്തമായ മാർഗരേഖകളും അമേരിക്കൻ സർക്കാർ ഉറപ്പാക്കേണ്ടി വരും. അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ ഇടിവ് ഇങ്ങനെ തുടരുകയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും കൂടുതൽ കുട്ടികൾ ചേക്കേറുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.